ചരക്ക് കപ്പലിൽ കാർവാർ തുറമുഖത്തെത്തിയ പാക് പൗരനെ തിരിച്ചയച്ചു. MTR ഓഷ്യൻ എന്ന കപ്പലിലെ ജീവനക്കാരനെയാണ് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തത്. പാക് പൗരന്റെ മൊബൈലും യാത്രാരേഖകളും കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു. AP നദീറയുടെ വിശദാംശങ്ങളുമായി. നദീറ, എന്താണ് സംഭവിച്ചത്? വിനിത, ഇത് ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെ ഇങ്ങനെ ചരക്കു കപ്പലിൽ വരുന്ന പാക് പൗരന്മാരെ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിക്കരുതെന്ന നിലപാട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ചരക്കു കപ്പൽ എത്ര നേരം ഇന്ത്യൻ തുറമുഖത്ത് തുടരുന്നുവോ അത്രയും നേരം ഇത്തരം ആളുകളെ ഈ ഷിപ്പിനകത്ത് തന്നെ വെക്കുകയോ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നാണ്. ഇതിന്റെ ഭാഗമായാണ് 12-ാം തീയതി കാർവാർ തീരത്തെത്തിയ കപ്പലിലുണ്ടായിരുന്ന ഒരു പാക് പൗരനെ ഇങ്ങനെ കോസ്റ്റ് ഗാർഡ് ഇത്രയും ദിവസം കസ്റ്റഡിയിൽ വെച്ചതും തിരിച്ച് കപ്പൽ പോകുമ്പോൾ തിരിച്ചയക്കുകയും ചെയ്തത്. അതായത് ഒരാളെയും, ഒരു പാക് പൗരനെയും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിക്കേണ്ട എന്ന നിലപാടാണ്. ഈ കപ്പലിൽ 15 ഇന്ത്യക്കാരും 2 സിറിയൻ പൗരന്മാരും ഉണ്ടായിരുന്നു പാക് പൗരനോടൊപ്പം. അവർ മറ്റുള്ളവർക്കെല്ലാം തന്നെ പുറത്തിറങ്ങാനും കപ്പലിൽ ഈ ചരക്ക് നീക്കം നടത്തുന്നതിനൊക്കെ സാധിച്ചു. ഇദ്ദേഹം ഇതിലെ ജീവനക്കാരനാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താതിരിക്കാൻ വേണ്ടി കോസ്റ്റ് ഗാർഡ് ഇദ്ദേഹത്തിൻ്റെ യാത്രാരേഖകളും മറ്റുമൊക്കെ പിടിച്ചു വെക്കുകയും, കപ്പൽ ഇറാഖിൽ നിന്ന് വന്നതാണ്, അത് തിരിച്ച് ഷാർജയിലേക്കാണ് പോയിരിക്കുന്നത്. അത് പോകുന്നത് വരെയുള്ള സമയം ഇങ്ങനെ പിടിച്ചു വെക്കുകയുമായിരുന്നു, കസ്റ്റഡിയിൽ തുടരുകയുമായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പാക് പൗരനെ നന്നായി ട്രീറ്റ് ചെയ്ത് തന്നെയാണ് തിരിച്ചയച്ചിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ്. ശരി, അത് തന്നെയാണ്. AP നദീറയാണ് വിശദാംശങ്ങൾ.